അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ അതിനെ നഖശികാന്തം എതിർക്കാൻ മുൻപന്തിയിൽ നിന്നിട്ടുള്ളൊരു സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ ഗവൺമെന്റിന് ഈ വിഷയങ്ങൾ അറിയാത്തത് കൊണ്ടല്ല. കേരളത്തിൽ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് മുനമ്പം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അറിയാത്തത് കൊണ്ടല്ല, അറിഞ്ഞിട്ടും അറിയില്ല എന്ന് പറഞ്ഞടിക്കുകയാണ്. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഈ ബില്ലിനെതിരായി സംസാരിച്ചാൽ നമുക്ക് അത്ഭുതമില്ല. കാരണം അവിടെയൊക്കെ നിയമത്തിൻ്റെ നൂലാമാലകളുണ്ട്. പക്ഷെ കേരളത്തിലെ പ്രശ്നം അങ്ങനെയല്ല. കേരളത്തിൽ നിസ്സഹായരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ അവരെന്നേക്കുമായി അവിടെ കുടിയിറക്കപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ അതിൻ്റെ മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് 100% ബോധ്യമുണ്ടായിട്ടും അതിന് ശാശ്വതമായൊരു പരിഹാരമുണ്ടാക്കാൻ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമത്തെ എന്തടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും എതിർക്കുന്നത് എന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇതിനുണ്ടാകേണ്ടത് ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ്. ആ പരിഹാരത്തിലേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്. അങ്ങനെ പരിഹാരമുണ്ടാക്കാൻ ശ്രമമുണ്ടാകുമ്പോൾ എല്ലാവരും അതിൻ്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്? ഇപ്പോൾ കേരളത്തിൽ മുനമ്പത്ത് മാത്രമല്ല ഈ വിഷയമുള്ളത്. കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും സമാനമായിട്ടുള്ള പ്രശ്നം ഉയർന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഇതേപോലെയുള്ള സമരം നടത്താൻ, ഇതേപോലെ പ്രതിഷേധം ഉയർത്താൻ അവർക്ക് ധൈര്യം നൽകിയത് മുനമ്പത്ത് നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ സമരവും നിങ്ങളുടെ ആത്മധൈര്യവുമാണ്. അല്ലെങ്കിൽ അവരെല്ലാവരും ഒറ്റപ്പെട്ടു പോകുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഇതേപോലെ വയനാട് ജില്ലയിലെ 10-15ഓളം വില്ലേജുകൾ അത് പൂർണ്ണമായിട്ട് വഖഫിന്റെ ഭൂമിയാണ് എന്ന് പറയുകയാണ്. ഒരു പ്രദേശം മുഴുവനും അവർ വഖഫിൻ്റെതാണെന്ന് പറയുന്നു. എന്താണ് നിയമപരമായിട്ടുള്ള പിൻബലം? സംവിധാനമാണ് പുതിയ ബില്ല്. അങ്ങനെ ബില്ല് കൊണ്ടുവരുമ്പോൾ ആ ബില്ലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇരകളായിട്ടുള്ള ഈ പ്രദേശത്തെ ആളുകളെ കുറിച്ച് എന്തേ ഇവരെല്ലാവരും മറന്നുപോയി? ഇന്ത്യൻ പാർലമെന്റിൽ വഖഫിന്റെ ഈ ബില്ല് അവതരിപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്നാണ് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും പറയുന്നത്. ഇവിടുന്ന് ജയിച്ചു പോയവരും അതാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല, എങ്ങനെയാണ് അവർക്കത് പറയാൻ സാധിക്കുക? BJP വിമർശിക്കാനുള്ള ആയുധമാണെങ്കിൽ മറ്റെന്തെങ്കിലും ആയുധമാണോ? കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ ഒരു രാഷ്ട്രീയവും ഇല്ലല്ലോ. എങ്ങനെയാണ് ഈ ബില്ല് ഞങ്ങൾ അവതരിപ്പിക്കില്ല എന്ന് നമ്മുടെ കേരളത്തിലെ ജനപ്രതിനിധികൾ, മറ്റാര് പറഞ്ഞാലും എനിക്ക് പ്രയാസമില്ല, ഏറ്റവും ചുരുങ്ങിയത് എറണാകുളത്തിന്റെ ജനപ്രതിനിധിക്ക് എങ്ങനെയാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഞങ്ങൾ ഈ ബില്ല് അവതരിപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറയാൻ സാധിക്കുക? ആരോടാണ് വിധേയത്വം? ആകെയുള്ള കുറച്ച് ഭൂമി നഷ്ടപ്പെട്ട് ജീവിക്കാൻ നിർവാഹമില്ലാതെ എങ്ങോട്ട് പോകണമെന്ന് ചിന്തിച്ച് ജീവിക്കുന്ന, ആ കടപ്പാടത്തിന് വേണ്ടി സമരം ചെയ്യുന്ന കുറെ സാധുക്കളുടെ മുഖമോർമ്മയുണ്ടെങ്കിൽ 158 ദിവസമായി ഇവിടെ സമരമിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും മുഖം ഒരാവർത്തിയെങ്കിലും ഓർക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ, ഒന്ന് മിന്നി മാഞ്ഞു പോകുന്ന വേഗതയിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും മുഖം ഒരു നിമിഷമെങ്കിലും മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ ഇവർക്കാർക്കും പാർലമെന്റിൽ ഈ നിയമം കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറയില്ലായിരുന്നു. ഇനി കേരളത്തിലെ ബാക്കി എല്ലാവരും എതിർത്താലും ഇന്ത്യൻ പാർലമെന്റിൽ കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്ന ഈ നിയമത്തിന് ആദ്യമായി ഉയരേണ്ട കൈ എറണാകുളത്തെ ഹൈബി ഈഡന്റെ കൈയാണ്. അത് ഉയർത്താൻ അദ്ദേഹം തയ്യാറാകണം. അങ്ങനെ ഉയർത്തേണ്ടത് ഈ നാട്ടിൽ അദ്ദേഹത്തിന് കൂടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ പറഞ്ഞോളൂ. പക്ഷേ ഈ വിഷയം എന്തുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റിൽ എത്താത്തത്? ഈ മുനമ്പത്തെ സമരം ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയോ? ഈ ലോകത്തെമ്പാടുമുള്ള പ്രശ്നം ഇന്ത്യൻ പാർലമെന്റ് അവതരിപ്പിക്കുന്നുണ്ടല്ലോ. എന്തേ മുനമ്പം പ്രശ്നം ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പ്രാവശ്യമെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ ചോദിക്കണം, എപ്പോഴെങ്കിലും ചോദിക്കണം. അമ്പലത്തിൽ ആനയെ എഴുന്നള്ളിക്കാൻ പാടില്ല എന്നൊരു കോടതി വിധി വന്നപ്പോൾ അതിനെക്കുറിച്ച് ഇന്ത്യൻ പാർലമെന്റ് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ 158 ദിവസമായി ഈ നാട്ടിൽ ഒരു കൂട്ടം ആളുകൾ, നിരപരാധികൾ സമരം ചെയ്യുന്നുണ്ട് കടപ്പാടത്തിന് വേണ്ടി എന്ന് എപ്പോഴെങ്കിലും ഈ പാർലമെന്റ് മണ്ഡലം ജയിച്ചു പോയിട്ടുള്ള ആളുകൾ ഇന്ത്യൻ പാർലമെന്റ് അവതരിപ്പിച്ചോ? ഒരു അടിയന്തര പ്രമേയം അനുവദിക്കാമായിരുന്നല്ലോ, ഒരു സബ്മിഷന് അനുവാദം ചോദിക്കാമായിരുന്നല്ലോ. ഇന്ത്യൻ പാർലമെന്റിൽ മുനമ്പം എന്ന പേര് കേട്ടാൽ ആർക്കെങ്കിലും പ്രയാസമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇത്
കേവലം രാഷ്ട്രീയ വിഷയമല്ല, എല്ലാവരും ഒറ്റക്കെട്ടായി, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നടത്തേണ്ട സമരമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ പല താല്പര്യങ്ങൾ കൊണ്ട് അതില്ലാതാകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയെങ്കിലും ഈ കാര്യം ചെയ്യണം. സംസ്ഥാന സർക്കാരിൻ്റെ ഒളിച്ചുകളി നാം കണ്ടിട്ടുള്ളതാണ്. എന്തിനാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിശ്ചയിച്ച് ഞങ്ങൾ അന്നേ എതിർത്തിട്ടുള്ളതാണ്. ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചപ്പോൾ ഞങ്ങൾ ഉന്നയിച്ച അതേ കാര്യമാണ് കോടതിയും പറഞ്ഞിട്ടുള്ളത്. ജുഡീഷ്യൽ കമ്മീഷൻ എന്തിനാണ് നിശ്ചയിച്ചത്, എന്താണ് ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം എന്ന് ഈ സർക്കാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ? അത് പറയണ്ടേ? കോടതി ചോദിച്ചപ്പോൾ കോടതിയിൽ ഉത്തരം പറയാൻ സംസ്ഥാന സർക്കാർ സാധിക്കുന്നില്ലല്ലോ. അപ്പൊ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടായിരുന്നു, ഈ മുനമ്പം നിവാസികളുടെ കണ്ണിൽ പൊടിയിടാൻ, ഈ സമരം ചെയ്യുന്ന ആളുകളെ കണ്ണിൽ പൊടിയിടാൻ, അതുവഴി കേരളത്തിൽ ഇതേപോലെ നിരവധി പ്രദേശങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകം മാത്രമായിരുന്നു. ആ നാടകമാണ് കോടതി ഒടിച്ചു കളഞ്ഞത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനിയെങ്കിലും ആത്മാർത്ഥ കാണിക്കാൻ വേണ്ടി തയ്യാറാകണം. സത്യത്തിൽ ഒരു പ്രമേയം കേന്ദ്രത്തിലെ വഖഫ് നിയമത്തിന് എതിരായിട്ട് സംയുക്ത പ്രമേയം പാസാക്കിയിട്ടുള്ള കേരള നിയമസഭയിൽ മുനമ്പത്തിനു വേണ്ടി ഒരു പ്രമേയം കൊണ്ടുവരാൻ തയ്യാറാകുമോ എന്ന് ഇവിടുത്തെ MLA-മാരോട് നിങ്ങൾ ചോദിക്കണം. ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ നിസ്സഹായരായിട്ടുള്ള ആളുകൾ സമരം ചെയ്തിട്ട് ആ സമരത്തെ പരിഹസിക്കുന്ന സമീപനം സ്വീകരിക്കരുത്. ഈ ഗവൺമെന്റുകൾ സ്വീകരിക്കരുത്, ജനപ്രതിനിധികൾ സ്വീകരിക്കരുത്. സ്വന്തം കിടപ്പാടത്തിനു വേണ്ടി കുറച്ച് ആളുകൾ ഇത്ര ദിവസം സമരം ഇരിക്കേണ്ടി വരുന്നു. ഈ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് കിടന്നുറങ്ങാനുള്ള മണ്ണിന് വേണ്ടി ഒരു ജനത 158 ദിവസം സമരമിരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് കേരളത്തിനാകെ അപമാനകരമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിനുത്തരം പറയേണ്ടത് കേരളത്തിലെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളാണ്, കേരളത്തിലെ ഗവൺമെന്റാണ്, കേരളത്തിലെ MLA-മാരും MP-മാരുമാണ്. അതുകൊണ്ട് സാഹചര്യം അവസാനിക്കണം. ഇനിയെങ്കിലും കണ്ണു തുറക്കാൻ വേണ്ടി തയ്യാറാക്കണം. കേന്ദ്ര നിയമം വരുമ്പോൾ ആ കേന്ദ്ര നിയമത്തിന്റെ ഭാഗമായി ഈ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുണ്ടാകും. ഈ സമരം അട്ടിമറിക്കാനും പൊളിക്കാനും പല ആളുകളും പരിശ്രമിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ ധീരോദത്തമായി ചെറുതോൽപ്പിച്ചിട്ടുണ്ട്. സഹോദരിമാരുൾപ്പെടെ എത്രയോ പ്രായമായിട്ടുള്ള അമ്മമാരും സഹോദരിമാരും എല്ലാവരും ഇവിടെയുണ്ട്. നിങ്ങളുടെ ധീരതയോടുകൂടിയുള്ള പോരാട്ടമാണ് ഇത് പൊളിക്കാൻ പരിശ്രമിച്ച ആളുകളൊക്കെ ഇപ്പോൾ അത് അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ മണ്ണിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ ധീരോദത്തമായിട്ടുള്ള പോരാട്ടം കേരളത്തിന്റെ സമരചരിത്രത്തിൽ ഐതിഹാസികമായ ഒരു സംഭവമാണ്. ഈ ഇത്രയും വലിയ ദീർഘമായ സമരത്തിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട ഇവിടുത്തെ പള്ളി വികാരി ഉൾപ്പെടെയുള്ള സമരസമിതിയുടെ എല്ലാ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു, അഭിവാദ്യം അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ സഹോദരന്മാരുടെയും അഭിവാദ്യം നടന്നുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമരത്തിന്റെ ആദ്യം മുതലേ ഭാരതീയ ജനതാ പാർട്ടി നിങ്ങളോട് കൂടെയുണ്ട്. ഈ സമരം വിജയകരമായി അവസാനിപ്പിക്കുന്നവരെ നിങ്ങൾ നിങ്ങളുടെ ഭൂമിയിലേക്ക് ആരെയും ഭയപ്പെടാതെ, ആരെയും പേടിക്കാതെ സ്വന്തം മണ്ണിൽ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നവരെ, ഇതെന്റെ ഭൂമിയാണ്, ഇതാർക്കും ഞാൻ കൊടുക്കില്ല എന്ന് അധികാരികളെ കൊണ്ട് പറയിപ്പിക്കുന്നവരെ ഈ സമരത്തോടൊപ്പം നിങ്ങളോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.